ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു. ഭാര്യ സാധാരണ ഭാര്യയല്ല, ആയിഷ ബീവിയാണ്. സിദ്ദീഖിന്റെ ഓമന മകളായ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഭർത്താവ് അല്ലാഹുവിന്റെ റസൂലാണ്. ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ആയിഷ ബീവിയെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ്. ആയിഷ ബീവി ചോദിക്കുന്നു, എനിക്ക് ലൈലത്തുൽ ഖദ്ർ ഇന്ന രാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലേ? എന്റെ ഭർത്താവേ എന്നല്ല, എന്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല, എന്റെ തവകാന്തനെ എന്നല്ല, എന്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല, എന്റെ സാക്ഷാത്കാരമേ എന്നല്ല, എന്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവേ എന്നല്ല, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം? എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ആയിഷ, നീ അങ്ങ് ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ്, നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് റൂഹുൽ അമീനായ ജിബ്രീലിന്റെ വഹി ഏറ്റുവാങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഉപദേശിക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ ഭാര്യയ്ക്ക് പോലും പറഞ്ഞു കൊടുത്തില്ല, സ്വകാര്യമായിട്ടെങ്കിലും അത് ഇന്ന രാത്രിയാവും. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്കത് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി, ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നു. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു. പെട്ടെന്ന് രണ്ടാൾ തമ്മിൽ ശണ്ട കൂടുന്നത് ഞാൻ കണ്ടു. ശണ്ട കൂടുന്നത് കണ്ടപാടെ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു. മറന്നുപോയി. ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു തന്നു. രണ്ടാളും ഒരു തിരക്കുകൊണ്ടപ്പോ ആ വിജ്ഞാനം അല്ലാഹുവിനെ കൊണ്ടുപോയി. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഖൈറിനായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഖദറിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ പറഞ്ഞാല് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. തബ്റാനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദ്ർ പ്രശാന്തമായ രാത്രിയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, രാത്രിക്ക് ഒരു ശാന്തി ഉണ്ടാവും. ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി. ചിന്തിക്കണം, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്. അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല, ഉദയസൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽ ഖദ്റിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. നാളെ രാവിലെ സൂര്യോദയം പോയി നോക്കണം, ബുദ്ധിയുള്ളവര്. തബറാനി രേഖപ്പെടുത്തിയ ഹദീസാണ്. വേറെ ഒരു ഹദീസിൽ സഹീഹ് ബുഖാരിയിൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ലൈലത്തുൽ ഖദ്ർ റമദാൻ 27-നോ 29-നോ ആണ്. അത് വേറെ ഹദീസിൽ വേറെയും കാണാം. വേറെ ഒരു ഹദീസിൽ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാന്മാർക്കാണ്, നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു, നിങ്ങളതിന് റമദാൻ അവസാന 10-ലെ 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. പിടുത്തം കൊടുക്കാത്ത ഹദീസ്. 9 ബാക്കിയുള്ളപ്പോൾ, 70 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി, വല്ലവനും ലൈലത്തുൽ ഖദ്റിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ 10-ൽ അതിനെ അന്വേഷിക്കണം. വേറെ ഒരു ഹദീസ് വീണ്ടും ബുഖാരി, റമദാൻ അവസാന 10-ലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. വേറെ ഹദീസ് അഹ്മദ് ഉദ്ധരിക്കുന്നു റഹ്മത്തുള്ളാഹി അലൈഹി, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ റമദാനിലെ ഒടുവിലെ 10-ൽ, അതായത് 25-നും 27-ലും 29-ലും അന്വേഷിക്കുക. വീണ്ടും അഹ്മദ് റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട്, ലൈലത്തുൽ ഖദ്ർ റമദാനിലെ 27-ാം രാവിലാണ്. പക്ഷെ അത് കേട്ട് 27 വിശ്വസിക്കാനും ഉറപ്പിച്ച് പറ്റില്ല. അവിടെ വേറെ 21 എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. അത് ഈ റസൂൽ തന്നെയാണ് 29-ഉം 23-ഉം ഒക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 21-ാം രാവിനെയും 23-ാം രാവിനെയും പിടിച്ചത്. തിരുമേനിയുടെ സഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്നു, തിരുമേനിയുടെ അനുചരന്മാരിൽ കുറെ പേർ ലൈലത്തുൽ ഖദ്റിനെ റമദാനിലെ ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ 7 ദിവസങ്ങളിൽ ഒത്തുവരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ ആഴ്ചയിൽ അവൻ അതിനെ കാത്തിരിക്കട്ടെ. സഹീഹ് ബുഖാരി.
വേറെ ഒന്ന് വീണ്ടും തബറാനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദർ നിങ്ങൾ തേടിപ്പിടിക്കുക. റമദാനിലെ 21, 23, 25, 27, 29 എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണിത്. അള്ളാഹുവിൽ വിശ്വസിച്ചും അവനിൽ നിന്നുള്ള പ്രതിഫലം ആശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവന്റെ മുഴുവൻ പാപങ്ങളും മുൻ പാപങ്ങളും പൊറുക്കപ്പെടും. തബറാനി. വീണ്ടും സഹീഹ് ബുഖാരിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ വിശദീകരിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. വഴിയിൽ വെച്ച് മുസ്ലിംകളിൽപ്പെട്ട 2 പേർ